ശാലിനി രാജിൻ്റെ കൂടുതൽ വിശേഷം കണ്ട് തന്നെ അറിയണം. മെഹന്തി ആൻഡ് സംഗീത് ലുക്കാണ്. അപ്പം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ശാലിനിയും ഫാമിലിയും ഈ ഒരു ലുക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. So today is the second day of Shalini's wedding. അപ്പോൾ ഇന്ന് ഡേ 3 ആണ് ശാലിനിയുടെ വെഡിങ്ങിൻ്റെ 3ാമത്തെ ദിവസം. നമുക്ക് ഡേ 4 ആണ്, ശാലിനിയുടെ റിസപ്ഷൻ ഡേ ആണ് ഇന്ന്. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വികാസ് വിക്കേസാണ്. ഞാൻ ഇന്ന് തൃശ്ശൂരാണുള്ളത്. തൃശ്ശൂർ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കല്യാണ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രൈഡിൻ്റെ പേര് ശാലിനി രാജാണ്. അപ്പോൾ ശാലിനി രാജിൻ്റെ കൂടുതൽ വിശേഷം കണ്ട് തന്നെ അറിയണം. ഇന്നിപ്പോൾ ഉള്ളത് നമ്മുടെ ഒരു മെഹന്തി ആൻഡ് സംഗീത് ലുക്കാണ്. അപ്പം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് ശാലിനിയും ഫാമിലിയും ഈ ഒരു ലുക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം ആദ്യം നമുക്ക് വീട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ശാലിനിയുടെ ലുക്കിലോട്ട് പോവാം. അപ്പം നിങ്ങളൊക്കെ എനിക്കറിയാം, പെണ്ണിനെയാണ് എല്ലാവർക്കും കാണാൻ കൂടുതൽ താല്പര്യം. ഇത് പെണ്ണാണ്, കുറച്ച് നാൾ മുമ്പത്തത്. പക്ഷേ ഇപ്പം അമ്മയാണ്. ഹായ് ചേച്ചി, നമസ്കാരം. നമ്മൾ ഒരുപാട് നാൾ സംസാരിച്ചിട്ട് നമുക്ക് എത്തിയ ഒരു ദിവസമാണ്. സോ ടുഡേ എന്താണ് ഫങ്ഷൻ? നമ്മളുടെ തുടങ്ങുകയാണത് ഫസ്റ്റ് ഹൽദി ആയിട്ട് നമ്മുടെ മഞ്ഞൾ കല്യാണം മാതിരി തുടങ്ങുകയാണ്. ഇപ്പോൾ കല്യാണത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതെ, എനിക്കും ഈ ഒരു ഇറ്റ്സ് ലൈക്ക് എ ജേർണി. എനിക്കൊരു മേക്കപ്പ് ജേർണിയാണ് ശാലിനിയുടെ. അപ്പം മേക്കപ്പ് ജേർണിയുടെ എൻ്റെ ഫസ്റ്റ് മേക്കപ്പ് നമ്മൾ ഫിസിക്കലി ഇന്നാണെങ്കിലും നമ്മൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഫ്രം ദ ബിഗിനിങ്. എനിക്കൊന്ന് 1 ഇയർ കൂടുതലായി നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്കൊന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ കേരള കൾച്ചർ അതേ കണക്ക് കാണിക്കുന്ന ഒരു ഫാമിലിയാണ് കേട്ടോ. അപ്പം സാറായിരുന്നാലും, സാറിൻ്റെ പേര് രാജ്. അപ്പം വീട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാണുന്നവരൊക്കെ പറയുന്നുണ്ടാവും ഇപ്പം വീട് ചേച്ചി തന്നെയാണ് വീടിൻ്റെ ഫുള്ള് ഇൻറ്റീരിയറൊക്കെ ചെയ്തതും പ്ലാൻസും. തന്നെയാണ് എല്ലാ സാധനവും പിക്ക് ചെയ്യുന്നതും ചെയ്യുന്നതും എല്ലാം ഡ്രീമാണ് ഞങ്ങളുടെ. ഓഫ് കോഴ്സ് ആ ഒരു ഫീൽ ഈ വീട്ടിലുണ്ട് കേട്ടോ. വെരി നീറ്റ് ആൻഡ് നീറ്റ് മാത്രമല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സ്നേഹം തോന്നും ഒരു വീട്ടിൻ്റെ ഓരോ സാധനങ്ങൾ. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് മോളെ കാണാം അല്ലേ? മോളെ ഇതുവരെ ആരും കണ്ടില്ലേ? ഹായ്. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഹാപ്പി ആയിക്കൊണ്ടിരിക്കുന്ന ബ്രൈഡ് ശാലിനി ഒരു ഡോക്ടറാണ്. മോൾ എവിടെയാണ് പഠിച്ചത്? മണിപ്പാലില്. ഓൾറെഡി സുന്ദരിയാണ്. എനിക്കതുകൊണ്ട് കുറച്ച് ജോലി മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട്. പക്ഷെ ശാലിനി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു ഭയങ്കര ട്രഡീഷണൽ ഈ ഒരു ലുക്ക് മഞ്ഞൾ കല്യാണം ചെയ്യുന്നത് തന്നെ നമ്മളുടെ കേരള കൾച്ചർ കൂടുതൽ കാണിച്ചുകൊണ്ട് തന്നെയാണ്. വൈ യു സെലക്ടഡ് ദീസ് തിങ്സ്? ഞാൻ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അച്ഛനും അമ്മയും കുറേ ഇവന്തോ നമ്മൾ പുറത്താണ് പഠിച്ചിരുന്നതും കുറേ നമ്മളുടെ പണ്ട് തന്നെ നമ്മളുടെ ഇൻസ്റ്റിൽ ചെയ്ത് വന്ന എനിക്ക് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് തോന്നുന്നത്. ആ കോൺസെപ്റ്റ് നമ്മളുടെ കൾച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് കുറേ ആൾക്കാർക്ക് അറിയൂല. ഐ ഫീൽ ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്ലെയിൻഡ് എ ലോട്ട്. ആർക്കും ചില കാര്യങ്ങൾ അറിയില്ല. ഇപ്പം നമ്മൾ പ്രൊമോട്ട് ചെയ്തിപ്പം കഥകളി അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ പണ്ടത്തെ നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ കൾച്ചർ ആർക്കും കാര്യമായിട്ട് അറിയില്ല. നമ്മുടെ ആൾക്കാർക്ക് തന്നെ അറിയില്ല. അത് ഒന്ന് ബ്രിങ് അബൌട്ട് ചെയ്ത് ചെയ്യാനായിരുന്നു. ഗുഡ്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എല്ലാവരും ഇങ്ങനെ തിങ്ക് ചെയ്യുമ്പോൾ എനിക്ക് ഇടയ്ക്കൊക്കെ ഒരു പേടിയാണ് കേരള കൾച്ചർ മിസ്സായി പോകുന്നത്. ഇപ്പം നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സ് വന്ന് ആ ഒരു പേടി ഇല്ലാതാക്കി കേട്ടോ. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ബ്രൈഡിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തോട്ടം ഒക്കെ ഇനിയും ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലുക്കിലോട്ട് പോകാം. പക്ഷെ ലുക്ക് കാണാൻ നിങ്ങൾ എന്തായാലും കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കണം അല്ലേ? ചെറുപ്പം പോലെ നമ്മ കണ്ണെഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ണെഴുതാണ്ട് പുറത്തിറങ്ങാറില്ല. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് കണ്ണെഴുതാട്ടെങ്കിലും എനിക്ക് എന്തോ പോലെയായിരുന്നു.
ഇതിൻ്റെ ഈ ഇപ്പം ചെയ്തിരിക്കുന്ന ഐ മേക്കപ്പിൻ്റെ വേറൊരു വെർഷൻ, അതായത് വേറൊരു കളറാണ് എനിക്ക് വെഡിങ്ങിന് ടെമ്പിൾ ലുക്കിന് ഞാൻ ചെയ്യും. ഇത് ചേച്ചി വരച്ച നിനക്ക് സമയം കിട്ടിയോ? കുറച്ച് കാലായി പതുക്കെ ടൈമില്ലപ്പോൾ ഉണ്ടാക്കി ഇങ്ങനെ വെക്കും. അവന്റെ പൊട്ടിൽ തന്നെ ഉണ്ട് ഹാപ്പിനെസ്. മൂത്ത ചെറുമോളാണ്, ആദ്യത്തെ ചെറുമോളാണ് ഇത്. പെണ്ണൊന്നേ ഉള്ളൂ. അപ്പൊ പെണ്ണിന്റെ ഒരുക്കം ആദ്യമാണ് കുടുംബത്തിൽ. ഇങ്ങോട്ട് അടുത്തോട്ട് നോക്ക്. ഇല്ല കണ്ണ് തീർന്നു. കണ്ണിനി വലിയൊരു വിങ് വരും ഒക്കെ. ഇനി ഞങ്ങള് ഫൈനൽ കാണിക്കാം. Yeah, you're Shalini. No, I'm not Shalini. I'm Shalini's mother. You're saying the PR. Oh, that's a big compliment. Then you must see the bride. So look, it's a best compliment. Oh my god. That was double compliment for the bride. She's just on a photo shoot. I think they're finishing it. That's my daughter.
സോ ടുഡേ ഇസ് ദ സെക്കൻഡ് ഡേ ഓഫ് ശാലിനീസ് വെഡിങ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കോസ്റ്റ്യൂം. നല്ല കോസ്റ്റ്യൂം അല്ലേ? പക്ഷേ ഇത് കോസ്റ്റ്യൂം ശാലിനിയുടെ അല്ല, ശാലിനിയുടെ അമ്മയുടെ കോസ്റ്റ്യൂമാണ്. അപ്പോൾ നമുക്ക് ആദ്യം അമ്മേനെ ഒരുക്കി കാണാം, എന്നിട്ട് നമുക്ക് ശാലിനിയെ കാണാം. പോരെ? Wow. Dude, they'll confuse. They'll think you're Avinash. I look better than them though. ആ റിയാക്ഷൻ്റെ കാര്യം Yeah, as in they'll think you're the guru. സൂപ്പർ. ഇന്നലെ ടോട്ടലി ട്രഡീഷണൽ മലയാളി മംഗ ആൻഡ് ഇന്ന് ടോട്ടൽ റിവേഴ്സ്ഡ് ആണ് ഇതേക്കണം 360 ഡിഗ്രി ഡിസ്നി തീമാണ്. സോ ഐ തിങ്ക് ഐ ഫിറ്റ് ഇൻ ബിക്കോസ് ടീം ഫിറ്റ് ഇൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ആ ഒരു തീമിലേക്ക്. സോ എക്സൈറ്റഡ്. വെഡിങ് അത് വേറൊരു ബട്ട് യാ അതിപ്പോൾ ഞാൻ വികാസിനോട് സംസാരിക്കുകയായിരുന്നു. വികാസ് ഇപ്പോൾ ഇന്നലെ സംസാരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ വികാസ് നെക്സ്റ്റ് എന്തായിരിക്കും, എങ്ങനെ ചെയ്യും, ഈ ഒരു ലെവലിൽ എത്തി ഇനി വാട്ട് നെക്സ്റ്റ്, എന്ത് ചെയ്യും. അപ്പോൾ അതാണ് ഐ തിങ്ക് വികാസ് തന്നെയാണ്. അപ്പോൾ വികാസിന് ചാലഞ്ചാണെന്ന് തോന്നുന്നു. ഞാൻ അഗൈൻ ഹി ഹാസ് ടു ടേക്ക് ദ ചാലഞ്ച് ഓൺ ഹിംസെൽഫ് ടു പ്രൂവ് വാട്ട് നെക്സ്റ്റ്. So maybe I'm not, he will be deciding on what to do. So something different, I'm sure. That's what I also want to know. Is exactly totally Vikas nil vittekana engineyana Vikas ana totally plan idekne the hair, the everything. So I'm sure we will rock. ആരെ ഇഷ്ടപ്പെട്ട മോളുടെ അമ്മയുടെയാണ് ഏറ്റവും രണ്ടുപേരും നല്ലതായിരുന്നു. മോളുടെ കല്യാണം ഉണ്ടായിരുന്നു. അത് ഞാൻ മൈകുളത്തുനിന്ന് തൃശ്ശൂരിൽ വന്നിട്ടുണ്ടായിരുന്നു. പാർമിക്കാവായിരുന്നു കല്യാണം, താലിക്കെട്ട് ഇതേപോലെ പാർമിക്കാവ് താലികെട്ട് ഷൊർണൂര് വൈകാനം ഓഡിറ്റോറിയം അവിടെയായിരുന്നു പരിപാടികൾ. അത് ശരി. പിന്നെ ഞങ്ങള് ഇതിൽ കുറെ കാലമായിട്ട് ബിഫോർ ഞങ്ങൾ വികാസിനെ വിളിക്കുന്നതിന് ഒരു വർഷം മുന്നേ വികാസിന്റെ ഓരോ റീൽസും എന്നോട് സംസാരിക്കും. മോളുടെ കല്യാണം ഒന്നും ആയിട്ടില്ല. ബിക്കോസ് അവള് പഠിക്കുകയല്ലേ. അപ്പൊ ഞങ്ങൾ സാധനം ചിന്തിച്ചിട്ട് കൂടി ഇല്ല അതിനെ കുറിച്ച്. അപ്പൊ പ്രത്യേകം ഇങ്ങനെ കാണും ഞാൻ എല്ലാ റീൽസും റിപ്പീറ്റഡ്ലി ഇത് കാണും. I will tell her them Arlene or I will tell her if she is going to get married any day, Vikas will be the person. അത് ഞങ്ങൾക്ക് ഒരു 4 ഫംഗ്ഷൻ ഒന്നും വികാസിനെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്രാങ്ക്ലി സോ ഈവൻ ഇന്നലത്തെ ഫംഗ്ഷനും അവർ ചോദിച്ചതിനോട് ഞാൻ വികാസ് ഫ്രീ ആണെങ്കിൽ ജസ്റ്റ് ബുക്ക് ഇറ്റ്, ഡോണ്ട് ലുക്ക് അറ്റ് എനി അതർ തിങ്. ഇന്നലത്തെയും ലുക്ക് പിന്നെ then you know turn around and I mean everybody ചെക്കാക്കൽ അപ്രീഷിയേറ്റഡ് ആയി. കാരണം എല്ലാവർക്കും ഒരു സർപ്രൈസ് മതിയായിരുന്നു. ഈവൻ ഗ്രൂമിന്റെ സൈഡും അവർക്കും അറിയില്ലായിരുന്നു. സോ ഇതാണ് ശാലിനിയുടെ കോസ്റ്റ്യൂം. Superb. ഞാൻ imagine ചെയ്തതിനെക്കാളും 100 times do, like it was so much better and I feel like a princess. So thank you to the entire Vikas team for making me feel so great and so special.
ഇന്ന് ഡേ 3 ആണ് ശാലിനിയുടെ വെഡിങ്ങിൻ്റെ 3ാമത്തെ ദിവസം. അതും ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഏറ്റവും കാത്തിരുന്ന ദിവസം അല്ലേ ശാലിനി, വെഡിങ് ഡേ. അപ്പോൾ നമ്മളിത് ഇപ്പം ഗുരുവായൂരിലാണ് ഇപ്പോൾ ഉള്ളത്. ഗുരുവായൂർ ടെമ്പിൾ ലുക്കിനായിട്ടാണ് പോണേ. അപ്പോൾ ടെമ്പിൾ ലുക്ക് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ സ്ഥിരം കാണുന്ന കുറേ ലുക്സുകൾ ഇന്ന് ഇങ്ങനെ മാറി പിടിക്കണം. അപ്പോൾ ശാലിനിയുടെ ഹൗ വാസ് യുവർ 2 ലുക്സ്? ബ്യൂട്ടിഫുൾ. ഇറ്റ് വാസ് ബിയോണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. എല്ലാവരും നല്ല റിവ്യൂസാണ് തന്നെ. ഓക്കെ, എനിക്കും കുറേ പേരുടെ സന്തോഷം കിട്ടി. അപ്പോൾ ഇനിയിപ്പോൾ അതിനെല്ലാം ഈ 2 ഓവർ റൂൾ ചെയ്യാൻ അല്ലെങ്കിൽ ഓവർ ടേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഒരു 3rd ലുക്കിലോട്ട് പോകണം. ഇന്ന് തന്നെ 4th ലുക്കും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് അടുത്തത് പോകണം. ഇനി നാളെയും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്നത്തോടെ ഞങ്ങൾ നിങ്ങളെ ഒന്നും വിടുന്നില്ല, നമ്മൾ നാളെയും ഉണ്ട്. പക്ഷേ ഇന്നത്തെ ലുക്കിലോട്ട് പോകാം. ഇത് ശരിക്കും ഡിഫറെന്റ്, സൂപ്പർ. വികാസ് അവനവന്റെ കോമ്പറ്റീറ്റർ ആണ്. ഈച്ച് ലുക്ക് ഇസ് ജസ്റ്റ് ബെറ്റർ ആൻഡ് ബെറ്റർ. താങ്ക് യു. When you are standing in front of Guruvayurappan, about your look? ഞാൻ രാവിലെ എനിക്ക് ഫസ്റ്റ് ടൈം ആക്ച്വലി വികാസായിട്ട് എൻ്റെ മുമ്പിൽ മിറർ എനിക്ക് തന്നില്ല, പക്ഷെ തന്നതിന് ശേഷം ഐ ഫെൽറ്റ് ലൈക്ക് എ ക്വീൻ. ഞാൻ ലിറ്ററലി ഇറ്റ് വാസ് ബിയോണ്ട്. ഐ നോ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ കുറേ ചേഞ്ചസ് ഒക്കെ വരുത്തി. ഐ വാസ് നോട്ട് വെരി ഷുവർ, ബട്ട് അഗൈൻ ട്രസ്റ്റ് ദ പ്രോസസ് ആണ് എപ്പോഴും എൻ്റെ മോട്ടോ. ആൻഡ് വികാസായിട്ടായതുകൊണ്ട് പിന്നെ ഒന്നും പറയാനില്ല. ഇറ്റ് ഈസ് വൺ ആഫ്റ്റർ ദി അതർ. യു ആർ ക്രഷിങ് ഈച്ച് ലുക്ക്. അതന്നെ വികാസായിട്ടൻ, യു ആർ പ്രൂവിങ് ദാറ്റ് യുവർ ബെസ്റ്റ് കോമ്പറ്റീറ്റർ ഇസ് യു ഓൺലി. അത് വേറെ ഒരു വേർഡ്സും ഇല്ല. എവ്രി വൺ ലവ് ഈച്ച് ആൻഡ് എവറി ലുക്ക് ആൻഡ് ഐ എം ജസ്റ്റ് എക്സൈറ്റഡ്. ഇനി ആൾക്കാർ എന്നെ ഇപ്പോൾ കാണുമ്പോൾ പിന്നെ ആ ഹോൾ ഒരു വൈബ് ദാറ്റ് വി ഹാവ് പ്ലാൻഡ് ഈ കല്യാണത്തിന്, അതൊക്കെ ആകുമ്പോഴേക്കും എന്താവുമെന്ന് നമുക്ക് നോക്കേണ്ടതായിരിക്കും. നമുക്ക് ഡേ 4 ആണ് ശാലിനിയുടെ റിസപ്ഷൻ ഡേ ആണെന്ന്. അപ്പോൾ ശാലിനിയുടെ മേക്കപ്പ് തുടങ്ങിയിരിക്കുന്നത് നമുക്ക് പോയി കാണാം. ഇതാണ് ശാലിനിയുടെ ലുക്ക്. ശാലിനി അമ്മ റെഡി ആവുകയാണ്. ഇതാണ് ഡേ 4 അല്ലേ ശാലിനി? സാർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം സത്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ എനിക്കൊരു ചെറിയ വിഷമമുണ്ട്. ഇന്നത്തെ തൊട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങുവാണല്ലോ. വികാസിനെ ഞങ്ങൾ വിടുന്നതല്ല. അപ്പം നിങ്ങള് ഇത്രയും ദിവസവും എല്ലാ ലുക്സും കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഈ ലുക്കും ഹാപ്പി ആവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എല്ലാ ലുക്സിനും നല്ല നല്ല റിവ്യൂ ആണ്, നല്ല ഇതാണ്. ഓസം ഡിഫറെന്റ് ആണിത്. ഐ എം ഷുവർ ഇത് ഇന്നത്തെ ആയിരിക്കും അതിന്റെ ചെറി ഓൺ ടോപ്പ് ഓഫ് ദ കേക്ക്. So the cake will be always in memorable. എന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അല്ലേ? ഒരാളെ പറയാനെ നിഖിൽ, എവ്രി വൺ, താര,
എല്ലാവരും ബ്യൂട്ടിഫുൾ. ലൈക്ക് ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി മാതിരിയായിട്ടൊരു ഫീലിംഗ് ആയിരുന്നു. സംഘട്ടായിരുന്നു. ഞങ്ങൾ 4 ദിവസം കാരണം വികാസിനെ 4 ദിവസമൊക്കെ കൈ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് സത്യം പറഞ്ഞാൽ. ടീമിനെയും വികാസിനെയും ടീമിനെയും കൂടി അത് ഞങ്ങളൊരു ബ്ലെസ്സിങ് ആയിട്ട് എടുക്കുകയാണ്. കാരണം ഒരു ഈസി അല്ല ഞങ്ങൾക്ക്. അതായത് നമുക്ക് ഹൽദി മുതൽ ഇങ്ങോട്ട് ഓരോ ദിവസവും ഇന്ന് ഈ ഒരു ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞങ്ങൾ കരുതുന്നുണ്ട്. കാരണം ഈ 4 ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എനിക്ക് കിട്ടുമോ വികാസിനെ എന്നുള്ള. കാരണം മോള് ഹൽദിയുടെ സമയത്ത് സിമ്പിൾ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇഫ് യു ഒരു 4 days ഫംഗ്ഷൻ ആണെങ്കിൽ ലെറ്റ് us try. കാരണം വികാസിനെ കിട്ടുകയാണെങ്കിൽ നത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് ഞങ്ങൾ ആഡ് ചെയ്ത് നമ്മൾ 4 days ആയി. ലൈക്ക് ഒരു പിക്നിക്കിന് പോയ പോലെയായി ഒരു 4 days ടുഗദർ. For me also it's a so special moment. New relationships. നമ്മളായാലും ഓരോ ബ്രൈഡ് കഴിയുമ്പോഴും നമുക്ക് പുതിയൊരു ഫാമിലി കിട്ടുന്നത് തന്നെയാണ്. അപ്പൊ ഇതിപ്പം മിസ്റ്റർ രാജന്റെ സാറിന്റെ ഫാമിലിയും കൂടി ഇപ്പൊ എനിക്ക് ക്ലോസ് ആയി. താങ്ക് യു. ഇനി ഫാമിലി വലുതായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ അവിനാശ് വന്നെങ്കിൽ നാളെ ഫ്യൂച്ചറിൽ വേറൊരു കുട്ടി വരും, പിന്നെ അവർക്ക് ഗ്രാൻഡ് ചിൽഡ്രൻസ് വരും. അപ്പോഴൊക്കെ നമ്മളും അവരൊക്കെ ആയിട്ട് ബന്ധം വീണ്ടും വന്നു. അതാ പറഞ്ഞ വികാസ് ഞങ്ങൾ എടുത്തു. ഈ ലുക്ക് സൂപ്പർ ആയിട്ടുണ്ട്. റിയലി വികാസ് ആയിട്ട് ശരിക്കും കലക്കി. ആസ് യൂഷ്വൽ എൻ്റെ ഡ്രീം ലുക്ക് തന്നെ എനിക്ക് തന്നു. സോ താങ്ക് യു സോ മച്ച് വികാസ് ആയിട്ട് ആൻഡ് ദ ഹോൾ ടീം. എൻ്റെ ഈ 4 days എല്ലാ ലുക്കും ഹാസ് ജസ്റ്റ് ബീൻ വൺ ഓൺ ടോപ്പ് ഓഫ് ദി അതർ, ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. റിയലി വികാസ് ആയിട്ട് സോ താങ്ക് യു സോ മച്ച്. So thank you so much. Thank you so much Vikasata. Seriously, എല്ലാ ലുക്സിനും ഇറ്റ്സ് ബീൻ സോ ബിയോണ്ട് മൈ വൈൽഡസ്റ്റ് ഡ്രീംസ്. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് താങ്ക്സ് മാത്രമേ ഉള്ളൂ. താങ്ക്സ് ഫോർ സെലക്ടിങ് മീ ഫോർ ഓൾ യുവർ ലുക്സ്. ശാലിനിയുടെ വെഡിങ്ങിന്റെ സീരീസിലെ കംപ്ലീറ്റ് മേക്കപ്പ് എനിക്ക് ഡേറ്റ് കിട്ടി, എന്നെ വിളിച്ചു. ഇതെല്ലാം സന്തോഷം ദൈവത്തിനോട്.